നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഷൈൻ ടോം ചാക്കോ, നമുക്കെല്ലാവർക്കും മലയാള സിനിമയിൽ കൂടി സുപരിചിതനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു ലഹരി ഉപയോഗവും അതേപോലെ തന്നെ മുൻപ് 2015 ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ കൂടി അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ന്യൂസിൽ കൂടിയാണ് അറിയപ്പെട്ടത്. ആ ഒരു ന്യൂസിൽ കൂടിയാണ് കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നു ഏകദേശം ശ്രദ്ധിക്കപ്പെട്ടതും ആ ഒരു രീതിയിലാണ്. അതായത് കൊക്കൈൻ കൈവശം വെച്ചു അല്ലെങ്കിൽ കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ളൊരു പേരിൽ ആ ഒരു വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് ഉണ്ടാവുകയും ഷൈൻ ടോം ചാക്കോ കുറ്റക്കാരനാണ്, ഷൈൻ ടോം ചാക്കോ ഇത് ഉപയോഗിച്ചു എന്ന് തെളിയുകയും പിന്നീട് അത് കേസായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. പിന്നീട് അത് എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. അത് ആരാണ് അന്വേഷിച്ചത് അല്ലെങ്കിൽ അത് ആരാണ് കണ്ടെത്തിയത്, തെളിവുകളൊന്നുമില്ലാത്ത രീതിയിലേക്ക് ആ കേസ് തേഞ്ഞു മാഞ്ഞ് പോവുകയാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ഒരറിവില്ല 2015 ശേഷം. അപ്പോൾ അങ്ങനെ ഇരിക്കെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു തനി നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടി, പുള്ളിക്കാരി ഇതേപോലെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു സമയത്തൊരു സമ്മേളനം നടത്തിയപ്പോൾ പറയുകയുണ്ടായി. അതായത് ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള പെരുമാറ്റമുള്ള സിനിമകളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തുകയും അതിൽ വന്ന കമൻറ്റുകൾ കണ്ട സമയത്ത് പുള്ളിക്കാരിയെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ തുറന്ന് പറയണം, നിങ്ങളത് പറയാതിരിക്കരുത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ള പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വിൻസി അലോഷ്യസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിക്ക് അങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ വന്ന സിനിമയിൽ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് ലൈവ് വന്നു, ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നു. ആ ലൈവിൽ പറയുന്നുണ്ട്, അതായത് ഒരു സിനിമ സെറ്റിലുണ്ടായ ഒരു ദുരനുഭവം. ആ അനുഭവത്തെ പറ്റി പറയുമ്പോഴും ആരാണ് സിനിമാ നടനെന്ന് പുള്ളിക്കാരി എടുത്ത് പറയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ പലരും വിമർശിക്കുന്നുണ്ട്. അതായത് ഇത് അന്ന് നടന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് പിന്നീടാണോ എന്ന് പറയുന്നത്, എല്ലാം അറിഞ്ഞതിന് ശേഷമാണോ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പലരും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതും വിൻസി അലോഷ്യസ് പറയുന്നുണ്ട്. വിൻസി അലോഷ്യസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു കഥാപാത്രത്തിന് ഒരുത്തനെ നായകനാക്കി വെച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നു. ഇപ്പം എക്സാമ്പിൾ പറയണം, നമ്മളിൽ ഓരോരുത്തർ ഇപ്പോൾ എന്നെ വെച്ചൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ ഭാവങ്ങളും എൻ്റെ രൂപങ്ങളും എല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് ആ ഒരു തിരക്കഥാകൃത്ത് ആ കഥ എഴുതുന്നത്. അപ്പോൾ ആ കഥയിലുള്ള കഥാപാത്രത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് അതിലെന്തെങ്കിലും ആ കഥാപാത്രത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സിനിമയുടെ ആ ഒരു പ്ലാൻ മുഴുവനും തകിടം മറിയും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 30-40 ദിവസത്തിന് മുകളിൽ അവരൊരുമിച്ച് അഭിനയിക്കുകയും അതിനിടയിൽ ആ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവത്തെ പറ്റിയാണ് അല്ലെങ്കിൽ അവിടെ കണ്ട കാര്യങ്ങളെ പറ്റിയാണ് വിൻസി അലോഷ്യസ് ഈ പറയുന്ന മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് പറയുന്നത്. എന്താണ് വിൻസി അലോഷ്യസ് അവിടെ നേരിട്ട അതിക്രമമെന്നും എന്താണ് അവിടെ നേരിട്ട് കണ്ടതെന്നും പിന്നീട് എന്തുകൊണ്ട് അത് ആരുടെ അടുത്തും പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും പുള്ളിക്കാരി തന്നെ പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സൻസായി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. കണ്ടില്ലേ, വിൻസി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിലെല്ലാ ചോദ്യങ്ങൾക്കുള്ള ചോദ്യങ്ങളും എല്ലാം അതിൽ തന്നെയുണ്ട്. അതായത് എന്തുകൊണ്ട് സിനിമാ സെറ്റിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വിൻസിക്ക് ഉത്തരവുണ്ട്. വിൻസി പറയുന്നത്
ഒരു നടനെ വെച്ചിട്ട് ഒരുപാട് ലക്ഷങ്ങൾ അല്ലെ കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ ആ നടൻ അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ കൊള്ളരുതായ്മയും ആ സംവിധായകനും അതിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടെ ആ ആളിനെ വെച്ചിട്ട് അവരുടെ ഡേറ്റ് എടുത്തിട്ട് സിനിമ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചേ പറ്റൂ. അത് വേറെ എതിർത്ത് പറയാൻ പറ്റില്ല. ഈ നടൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടൻ ഓൾറെഡി പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു. ആ പ്രതിഫലം കൊടുത്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ EMI ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്കിനി പറ്റത്തില്ല, നിങ്ങളോട് സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംവിധായകനും അതേപോലെ തന്നെ ആ ഡയറക്ടറിനും എല്ലാം നഷ്ടത്തിലാവും. അവർ മുടക്കിയ പണവും അവർ കണ്ടെത്തിയ കഥയും എല്ലാം പാതി വഴിയിൽ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ തന്തയില്ലായ്മയെല്ലാം അവർ അംഗീകരിക്കേണ്ടി വരുന്നത്. മനഃപൂർവ്വം അല്ലെങ്കിലും നിർബന്ധിതമായി പോവുകയാണ് ഇത്തരം തന്തയില്ലായ്മകൾ അംഗീകരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ മുൻപും പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടതാണ്. ഷൈൻ ടോം ചാക്കോയുടെ ബിഹേവിയർ കണ്ടതാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് എനിക്ക് വേറെ അതൃപ്തിയൊന്നുമില്ല. കാരണം എല്ലാവർക്കിടയിലും ഇടപഴകി നടക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കിടയിലും കുട്ടിത്തം മാറാത്ത ഒരാളായിട്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ. അയാളുടെ ഒരു പെരുമാറ്റത്തിൽ അയാളുടെ സംസാരത്തിലൊന്നും നമുക്ക് അയാൾ MDMA ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട്, അനിയനും അതേ രീതിയിൽ തന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് അവരുടെ ആ ഒരു സംസാര രീതി അങ്ങനെയാണ്. അപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ അഭിനയം വെച്ച് നോക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ നല്ലൊരു അഭിനേതാവാണ്, അല്ലെന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ അവർക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള ഒരു പബ്ലിക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് ഒപ്പീനിയൻസ് ഉള്ള ആളുകളുണ്ടാവാം. അതിൽ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നവരുണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷേ അതിനിടയിൽ ചെന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കാതെ അവരുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം, അവരെ മോശമായിട്ട് കരിവാരിത്തേക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് ആരാണെങ്കിലും അത് കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്ന ലഹരികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഈ ഷൈൻ ടോം ചാക്കോ തന്നെ ഇതിന് മുൻപൊരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ലഹരിക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ പറയുകയുണ്ടായി, ലഹരി നിർമ്മാർജ്ജനത്തിനായിട്ട് നമ്മുടെ സർക്കാരും പോലീസും ഇടപഴകി പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ അതിൽ പിടിയിലാവുന്നതെല്ലാം പാവപ്പെട്ട ആളുകളാണ്, ഒന്നുമില്ലാത്ത വീട്ടിലെ പയ്യന്മാരാണ്, ഈ മുന്തിയ ആളുകൾ, അതായത് പിടിപാടുള്ള ആളുകൾ എപ്പോഴും രക്ഷപ്പെടുന്നു. അത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞ സത്യം തന്നെയാണ്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ദിവസം തന്നെ 200-300 കേസുകൾ കൂടുതലാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു മാസം 4000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതും കൊച്ചിയിലാണ് ഈ പറയുന്ന നമ്മുടെ ഈ നടനുള്ളത്. ആ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ MDMA അതേപോലെ കൊക്കൈൻ, അത് കഞ്ചാവ് എല്ലാം പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്, അല്ലെങ്കിൽ എവിടുന്ന് ഇത് നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കറിയാത്തത്. പോലീസുകാർ തന്നെയാണ് അന്വേഷിക്കുന്ന, പോലീസുകാർ തന്നെ കൊണ്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ രീതിയിൽ അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചിട്ടും ഇവരുടെയൊക്കെ കയ്യിൽ ഓൾറെഡി ഇത് ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഷൈൻ ടോം ചാക്കോ പോലെയുള്ള നടന്മാരുടെയൊക്കെ വീട് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നിറയെ സാധനങ്ങളായിരിക്കും, ഇവരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇത് കിട്ടാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണം എത്ര വ്യാപകമാക്കിയിട്ടും കിട്ടേണ്ടവർക്കെല്ലാം നല്ല രീതിയിൽ ഇത് കിട്ടുന്നുമുണ്ട്, ഉപയോഗിക്കേണ്ടവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്, കാണിക്കേണ്ട പോക്രിത്തരങ്ങളെല്ലാം കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഇരിക്കെ ഞാനപ്പം പിന്നീട് കണ്ടൊരു വാർത്ത, അത് നേരത്തെ വന്നൊരു വാർത്തയാണ്, ഒരു 7 മാസങ്ങൾക്ക് മുൻപ് വന്നൊരു വാർത്തയാണ്. നമ്മുടെ ഈ ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് ലഹരിയെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ പറയുന്നതാണ്, അതായത് ലഹരി ഉപയോഗിക്കും, ഞാൻ ലഹരി ഉപയോഗിക്കുമെന്ന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് അയാൾ പറയുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാറുണ്ട്, എല്ലാവരും ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉപയോഗിക്കാമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ പറയാൻ കാര്യം, ഷൈൻ ടോം ചാക്കോ എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും നാൾ ഞാനിത് ഉപയോഗിച്ചിട്ട് ഞാൻ ആരുടെ അടുത്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇത്രയും നാൾ ആരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയില്ല, പക്ഷേ ഇപ്പോൾ പെരുമാറി. അപ്പോൾ ഞാൻ ആ ഒരു വാർത്ത കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. ഏത് പ്രായം മുതൽ തുടങ്ങണം യുവനടന്മാരെന്നൊക്കെ പറയില്ലേ? അപ്പോൾ ആ യുവനടന്മാരുടെ ഏജ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറ. 18 മുതൽ തുടങ്ങാം, എത്ര ഏജ് വരെ പോവാം അത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നാട്ടിൽ നമ്മൾ മാത്രമാണോ ലഹരി അടിക്കുന്നത്? ഞാൻ അടിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ആരോടെങ്കിലും? നിങ്ങൾ തന്നെ പറയണു നമ്മൾ അതടിക്കണു, ഇതടിക്കണു അല്ലേ? കണ്ടില്ലേ, അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാം. ഷൈൻ ടോം ചാക്കോയെ ആരും ഒന്നും ചെയ്യത്തില്ല. ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിഗണന കിട്ടും. കലാകാരന്മാർ, ഞാനൊരു കലാകാരനൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഈ പറയുന്ന ലഹരി ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഈ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാലേ കലാകാരനാവുമെന്നൊന്നും അല്ലല്ലോ. കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കലയാണ് അയാളുടെ ലഹരി, അല്ലാതെ അതും ഒന്നും അല്ല അവരുടെ ലഹരി, ഇതൊന്നും അല്ല അവരുടെ ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ കലയാണ്.
ആ കലയെ ലഹരിയായിട്ട് കാണാതെ ലഹരി കൊണ്ടുപോയിട്ട് കലയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്രിത്തരം തന്നെയാണ്. അതിനെ ഷൈൻ ടോം ചാക്കോ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഒരുപാട് പേരുടെ പിന്തുണ കിട്ടിയാലും നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയെ 2015 പിടിക്കുന്ന അന്ന് തൊട്ട് ഇന്ന് വരെയും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു തെളിവുകളും ഇല്ല. ഷൈൻ ടോം ചാക്കോ ഇത് ചെയ്തു എന്ന് പോലും തെളിവുകളില്ല. അത് വന്നതാണ്, ന്യൂസിലൊക്കെ വന്നതാണ് ചെയ്തു എന്നുള്ളത്. പക്ഷേ എന്നിട്ടും അതിൻ്റെ തെളിവുകളില്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും. ഷൈൻ ടോം ചാക്കോ റൂമിൽ നിന്ന് എടുത്തിയാടി 3ാമത്തെ നിലയിൽ നിന്ന് ചാടി 2ാമത്തെ നിലയിൽ നിന്ന് ഷീറ്റിലേക്ക് ചാടി അവിടെ നിന്ന് എടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയാണ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. അതും ഈ കൊച്ചിയിലെ PG സ്വേതാന്ത എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന്. അത് ഇത്രയും വലിയ തിരക്കുകളുള്ള ഒരു ഹോട്ടലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കൊച്ചിയിലെ റോഡിൽ നിന്ന് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളിനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയാതിരിക്കുമോ? അല്ലെങ്കിൽ മുക്കിന് ക്യാമറ, ഏതൊരു ക്യാമറ ഈ ഷൈൻ ടോം ചാക്കോ ഓടിയ സ്പീഡ് ഞാനിപ്പോൾ ഈ സൈഡിലൊന്ന് പ്ലേ ചെയ്യാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ. ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഈ ഓടുന്ന ഓട്ടത്തിനാണെങ്കിൽ ക്യാമറയിൽ എന്തായാലും അടിക്കും, ഓവർ സ്പീഡിന് തന്നെ പറ്റി വരും. ഷൈൻ ടോം ചാക്കോ കേസെല്ലാം കഴിയുമ്പോൾ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓവർ സ്പീഡിന് ഒരു പെറ്റി കൂടെ വീട്ടിൽ കാണും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും ക്യാമറ മുക്കിനിരുന്നിട്ടും ഷൈൻ ടോം ചാക്കോ എവിടെ പോയെന്ന് പോലീസിന് കണ്ടെത്താനാവുന്നില്ല. അത് തന്നെ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം പോലീസുകാർ തന്നെ ആയിരിക്കും ഷൈൻ ടോം ചാക്കോയെ മാറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വേറൊരു കാര്യം, ഈ വിൻസി അലോഷ്യസ് മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വളരെ പക്വതയും അറിവോടും കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് പുള്ളിക്കാരി ഈ പറയുന്ന രീതിയിൽ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നടൻ്റെ പേര് വെളിപ്പെടുത്താഞ്ഞെന്നുള്ളത്. മുൻപ് ഈ വീഡിയോ ചെയ്തപ്പോഴൊന്നും നടൻ ആരാണെന്നോ നടൻ്റെ പേരെന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹനടൻ അല്ലെങ്കിൽ അതിൻ്റെ നായകനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആ പേരിപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ അത് ലീക്ക് ചെയ്തു, പേര് ഈ പറയുന്ന ഷൈൻ ടോം ആണെന്നുള്ളത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന റൂമിലേക്ക് നമ്മുടെ ഈ ആൻറ്റി ഡ്രഗ് സെല്ലിൻ്റെ ആളുകൾ ചെന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ ഇതിനുള്ള അറിവ് കിട്ടുകയും ആ ഹോട്ടലിൽ ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഓടിച്ച് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്ത് വന്നതോടുകൂടിയാണ് ഈ പറയുന്ന വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ തന്നെയായിരുന്നു അവിടെ ഈ സംഭവം ഉണ്ടാക്കിയ ആളെന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 24 ന്യൂസിൻ്റെ റിപ്പോർട്ട് ചോദിക്കുന്ന സമയത്ത് വിൻസി അലോഷ്യസ് പറയുന്ന വാക്കുകളുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. പേര് പറയാതിരുന്നത് സിനിമയുടെ ഭാവി ഓർത്തെന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് സിനിമ, ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് സിനിമ. ആ സിനിമ താൻ കാരണമോ അല്ലെങ്കിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹനടൻ കാരണമോ ഈ രീതിയിലായി പോരുമെന്നുള്ളൊരു ആ ഒരു ഉറച്ച ബോധ്യം അല്ലെങ്കിൽ ആ ഒരു കരുതൽ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് പ്രതികരിക്കുന്നത്. പക്ഷേ ആരോ പുറത്ത് വിട്ടതിൻ്റെ പേരിൽ ഇനിയും പ്രതികരിക്കാതിരിക്കാൻ തെറ്റാണ്, അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് പുള്ളിക്കാരി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നിട്ട് പേര് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത കൂടെ കണ്ടുപോകാം. പറയട്ടെ, ഈ പരാതി എങ്ങനെ പുറത്തു വന്നൊന്നും എനിക്കറിയില്ല. പരാതിയിൽ ഞാൻ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആ നടന്റെ പേരോ ആ സിനിമയുടെ പേരോ പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമത്തിന്റെ മുന്നിലും വരാൻ പാടില്ല എന്നുള്ളത്. കാരണം തെറ്റൊരാളാണ് ചെയ്തത്. ആ സിനിമ മൊത്തം അതിനുവേണ്ടി അതിൻ്റെ ഇപ്പം ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിനയം പകുതിയിൽ വെച്ച് എത്തി നിൽക്കുന്ന സിനിമകളുണ്ട്. അപ്പം ഒരാൾ കാരണം ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടത് ശരിയാണെന്ന് എനിക്ക് നിലപാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസ്സിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് എൻ്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഞാൻ എല്ലാ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതെങ്ങനെ പുറത്തു വന്നു എന്നെനിക്കറിയില്ല. എനിവേസ് ഇറ്റ് ഹാപ്പൻഡ്. എനിവേസ് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഇങ്ങനെയൊരു പരാതി ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പുറം ലോകത്തിനോട് പറഞ്ഞത് എങ്കിൽ പോലും എന്താ പറയാ, പിന്നീട് അങ്ങോട്ട് എന്നെ കുറേ നമ്മുടെ സിനിമ രംഗത്തുള്ള ഓർഗനൈസേഷൻസ് എല്ലാവരും ബന്ധപ്പെടുകയും അതിന്റെ നിയമ നടപടികളും എല്ലാതും നമ്മളെ വ്യക്തമാക്കി പറഞ്ഞു തരികയും ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഒരു സിനിമയിൽ IC ഉണ്ടാവണമെന്നോ, നമ്മുടെ സിനിമയ്ക്ക് IC ഉണ്ടായിരുന്നു. ഈ സിനിമ സെറ്റിൽ ഇത് സംഭവിക്കുമ്പോൾ സിനിമയുടെ ICയിലെ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി എന്നെ വന്ന് ബന്ധപ്പെടുകയും എന്നോട് പരാതിയുണ്ടോ എന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. സിനിമയുടെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഞാനൊരു പരാതി ഇദ്ദേഹത്തിനെതിരെ കൊടുത്താൽ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ആ സിനിമയ്ക്കുണ്ടാവുന്ന മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു പരാതി നൽകുന്നില്ല എന്ന സിനിമയുടെ ICയോട് ഞാൻ പറഞ്ഞത്. അതിനുശേഷവും 3 മാസം വരെ നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇതിനെതിരെ ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞത് റൺ കൊച്ചി റൺ എന്നാണ് അതിനെ പറഞ്ഞത്. അതായത് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഷൈൻ ടോം ചാക്കോ ഓടുന്നത് ശീലമാണ്, അതുകൊണ്ട് ഓടിയതാണെന്ന്. അല്ലാതെ ഈ പറയുന്ന ആളുകൾ ഡ്രഗ് സെല്ലിലുള്ള ആളുകൾ വന്നതുകൊണ്ട് ഓടിയതല്ല എന്നാണ് അയാൾ പറയുന്നത്.
അപ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കുന്ന ഏകദേശം ഷൈൻ ടോം ചാക്കോയുടെ കൂട്ടി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവരുടെ ഈ ഒരു MDMA അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ പറയുന്ന ലഹരി ഉപയോഗങ്ങൾ സിനിമയിൽ വരുമ്പോൾ സിനിമയിൽ IC എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട് എന്ന് പറയുമ്പോഴും അവർ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്ത് നിന്ന് ഇതിന് മുൻപൊന്നും ഇത്രയും വലിയ സിനിമാ സെറ്റിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ഇവരൊക്കെ എങ്ങനെ ഇത് കീപ്പ് ചെയ്യുന്നു, അതിന് പോലീസുകാർ കൊടുക്കുന്ന ഒത്താശയാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും ഷൈൻ ടോം ചാക്കോ ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഷൈൻ ചാക്കോയെ വിളിപ്പിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ ഞാൻ കണ്ടു. എന്നാലും അവിടെ നിന്നൊക്കെ ഒരു 2 നിലയിൽ നിന്നൊക്കെ എടുത്ത് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസാഹസികമായിട്ട് ചാടുക, സ്വന്തം ജീവൻ പോലും നോക്കാതെ, അതിനുള്ള ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കാണണം. എങ്കിലും എവിടെ പോയി ഒളിച്ചു എന്നുള്ളതാണ് അറിയാത്ത ഒരു മനുഷ്യൻ തന്നെയല്ലേ അയാൾ, വാനിഷായി പോകത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അത് വേണ്ട രീതിയിൽ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്യാമറ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടെത്താവുന്നേ ഉള്ളൂ, നിമിഷങ്ങൾക്കകം കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷേ അതൊന്നും ശ്രമിക്കില്ല നമ്മുടെ പോലീസുകാർ. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഒരു സെലിബ്രിറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കൊക്കൈൻ്റെ വിഷയത്തിൽ മുൻപ് ഈ കേസ് വന്നിട്ട് അതും അലസിപ്പോയത്, കേസിനെ പറ്റി ഒന്നും അറിയാതെ പോയത്. അപ്പോൾ എന്തായാലും കേസ് പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ, തക്കതായ ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കട്ടെ. ഇനി ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ആരും ഈ പറയുന്ന സിനിമാ സെറ്റിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ ഉണ്ടാവാതിരിക്കട്ടെ. സിനിമയുടെ എല്ലാം തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് സ്ത്രീകൾക്കും ഈ മൃഗങ്ങൾക്കും എതിരെയുള്ള അതിക്രമം തെറ്റാണെന്ന്. പക്ഷേ ഈ സിനിമ ചെയ്യുന്നതിന് മുൻപ് അവിടെ നടക്കുന്നതെല്ലാം ഈ രീതിയിലുള്ള പ്രവൃത്തികളാണ്. അതിൽ പ്രതികരിക്കുന്നത് 10% ആളുകളായിരിക്കും. എന്തായാലും വിൻസി അലോഷ്യയ്ക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒറ്റയാൾ പോരാട്ടമായിട്ട് മുന്നിലേക്ക് വന്ന് സംസാരിച്ചതിന്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇനി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം, അങ്ങനെയൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുകയുള്ളൂ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ ഒരു മനസ്സുണ്ടെന്നുള്ളതും ലൈവിൽ ഈ പുള്ളിക്കാർ പറയുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും കേസ് അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള തൊഴിലിടങ്ങളിൽ സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കട്ടെ. ഈ രീതിയിലുള്ള ഈ പറയുന്ന പ്രവൃത്തികളെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ഒറ്റ ന്യൂസ് കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം.